ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡും മുട്ടയും പഴവും ഒക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു പോള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പഴുപ്പുള്ളത് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തത്, അതായത് 2 നേന്ത്രപ്പഴത്തിന് നേരെ പകുതിയാക്കിയിട്ട് 4 പീസല്ലേ ഉള്ളത്. അതിൽ നിന്ന് ഒരു പീസ് അവിടെ മാറ്റി വെച്ചിട്ട് 3 പീസ് ഞാൻ ഇതുപോലെ നമ്മൾ നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ കായ്പോളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ആ ഒരു പീസ് അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ, അതിനെക്കൊണ്ട് അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്, നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് ഒന്നങ്ങ് ക്രഷ് ചെയ്ത് ഒന്ന് നുറുക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും കറക്റ്റ് ഒരു അളവില്ല, കാരണം നമുക്ക് ഓരോരുത്തർക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ. അതുപോലെ തന്നെ ഈ ഒരു പോളയിലേക്ക് നമ്മൾ നെയ്യ് തന്നെ യൂസ് ചെയ്യണേ, ഓയിലും വെളിച്ചെണ്ണയും ഉപയോഗിക്കേണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഒന്നങ്ങ് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി, ഉണക്കമുന്തിരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പം കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, ഉണക്കമുന്തിരി എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അതങ്ങനെ ഇതിൽ നിന്ന് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതും കൂടി നന്നായിട്ട് അങ്ങ് റോസ്റ്റായി വരുമ്പോൾ ഇതുപോലെ കോരി എടുക്കട്ടെ, നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴയിൽ അത് മൊത്തത്തിൽ ഇട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ കായ് വട്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ പഴം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ രീതിക്കൊന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി, ഒരുപാട് ടൈമൊന്നും വെക്കണ്ട. എന്നിട്ട് നമുക്ക് പഴം എല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു പീസ് പഴം അവിടെ മാറ്റി വെച്ചില്ല, അതിനെ ഞാൻ ഇതുപോലെ നേരിയതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5-8 പീസ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഈ പാനിൻ്റെ സൈഡിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പഴവും കൂടി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് എടുക്കാം, ചെറുതായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതെന്തിനാ ഇങ്ങനെ പീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോള റെഡിയാകുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ആ ഒരു പഴത്തിൻ്റെ കളറൊന്ന് ചെറിയ രീതിക്കൊന്ന് മാറിക്കിട്ടുക, അത്ര മാത്രമേ പരിപാടിയുള്ളൂ. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ ഈ ഒരു പഴത്തിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അഥവാ നെയ്യ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലേ, അതും കൂടി മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ, ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. ആ ഒരു പഞ്ചസാരയൊക്കെ കൂടി എല്ലാം കൂടി ഒന്ന് എല്ലാത്തിലൊന്ന് പിടിച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ സിമ്പിൾ ഫില്ലിംഗ് അല്ലേ, പെട്ടെന്ന് റെഡി ആയില്ലേ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓവർ വലുപ്പം ഇല്ലാതെ സൈസ് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് പഞ്ചസാര ചേർക്കണം. അപ്പോൾ മധുരം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി അത്യാവശ്യം ഫില്ലിങ്ങിന് നല്ലോണം ചേർത്തതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഇതായി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് മൊത്തത്തിലായിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് മെയിനായിട്ട്. അപ്പോൾ ഞാനിത് 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷൻ കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് 2 പീസായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ ഒന്ന്
ഞെരടി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു മിക്സ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ പോള എപ്പോഴാണ് റെഡിയാക്കാൻ തുടങ്ങുന്നത് ആ ഒരു ടൈമിൽ മാത്രം ബ്രെഡ് ഇട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കാരണം മുന്നേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോള നന്നായിട്ട് കിട്ടില്ല, ബ്രെഡ് മൊത്തത്തിൽ കുതിർന്ന് ഒരലിഞ്ഞ പോലെയാവും, അപ്പം നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രെഡ് ലാസ്റ്റ് മാത്രം, പോള നമ്മൾ പാനിൽ ഒഴിക്കാൻ നേരത്ത് മാത്രം ഈ ഒരു മിക്സിങ് പരിപാടി ചെയ്താൽ മതി. എന്നിട്ട് ഇതാ ഞാൻ കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് ജസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡും പഴമൊക്കെ വെച്ചിട്ടുള്ള പോളയുടെ മിക്സ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ റൊട്ടിപ്പോള ചെയ്യാറില്ല, ബ്രെഡ് പോള, അതിൽ തന്നെ പഴത്തിൻ്റെ ഒരു എക്സ്ട്രാ മിക്സും കൂടി വന്നതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഞാനൊരു പോള ചൂടാൻ വേണ്ടിയിട്ടുള്ള പോള പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അങ്ങനെ നെയ്യ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ആ ഒരു ടൈമിൽ തന്നെയാണ് ചെയ്യുന്നുള്ളൂ, മുന്നേ ഒന്നും മിക്സാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴയില്ല, റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നല്ല ഭംഗി ഇങ്ങനെ കാണാൻ സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അടപ്പ്. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ ഇറാനി പോലൊക്കെ ചുടുന്ന പോലെ ഒരുപാട് ടൈമൊന്നും വേണ്ട, കാരണം ആ ഒരു മുട്ടയുടെ ഗമ്മൊന്ന് വെന്ത് കിട്ടേണ്ട പരിപാടികളും ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാവുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് വീണ്ടും എക്സ്ട്രാ വെക്കുക കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് എന്തായാലും റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ടൈമിങ്ങിൽ മാറാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 15 മിനിറ്റ്, സൈഡൊക്കെ നന്നായിട്ട് സെറ്റായി, എല്ലാം മുകൾ ഭാഗം ഒക്കെ മൊത്തത്തിൽ ആറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം ഒന്നങ്ങ് മുരിഞ്ഞ പോലെ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ, ഒരു വേറൊരു പാനിൽ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, മൊത്തത്തിലൊന്ന് സെറ്റായിട്ടുണ്ട്, ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു പോള കട്ട് ചെയ്യാൻ പാടുള്ളൂ. സാധാരണ നോർമൽ നമ്മുടെ പോള പോലെയല്ല, ഇത് ചൂടോടെ കട്ട് ചെയ്തതിന് മൊത്തത്തിൽ അലിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കരുതി എന്താ ഇത് വെന്തിട്ടില്ലേ എന്നുള്ള സംശയം വരാം കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ഇളം ചൂട്, ലൈറ്റ് ചൂടുണ്ടല്ലോ, അങ്ങനെ മാത്രം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കായ്പോള റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ചാലും കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, പോളകൾ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റേ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്